നമസ്കാരം. സുനിത കുക്ക് ഹൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് നല്ല അടിപൊളിയൊരു പെപ്പർ ചിക്കനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒട്ടും സമയം കളയേണ്ട. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കതിലേക്ക് ചേർക്കേണ്ടത് ഒരു തക്കോലം, ഒരു 5-6 എണ്ണം ഉണ്ട് കുരുമുളക്, ഒരു 1/4 ടീസ്പൂൺ ചേർത്താലും മതി കേട്ടോ. എന്നിട്ട് പിന്നെയും ചേർക്കുന്നത് ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഗ്രാമ്പു, 2 ഏലയ്ക്ക, ഇത്രയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനിയും ഒരു വലിയ സവോള ഇതുപോലെ നീളത്തിലരിഞ്ഞത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് അരിഞ്ഞു കൊടുക്കാം കേട്ടോ. ഇതങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കിത് ചപ്പാത്തിക്കും ചോറിനും പൂരിക്കും എല്ലാത്തിനും പറ്റിയൊരു അടിപൊളിയൊരു പെപ്പർ ചിക്കനാണ് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് 2 പച്ചമുളക് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തതാണ്. അതങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്തു. ഇതൊക്കെ ഒന്ന് വാടി വന്നപ്പോഴത്തേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്യാണ്. ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റിൻ്റെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറി വരണം. അതിനുശേഷം ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ഇതുപോലെ വലുതായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. അതങ്ങ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യാണ്. നല്ല പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ നല്ലത്. ഇപ്പം എൻ്റെ അത്ര പഴുത്ത ഉണ്ടായില്ല. ഇനി തക്കാളിയൊക്കെ ഒന്ന് വാടി വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഇതൊന്ന് നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. 1 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഒന്നങ്ങ് തുറന്ന് നോക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊന്നുകൂടി ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കണം. തക്കാളി ഒന്നുകൂടെ ഒന്ന് വെന്ത് വരണം. അപ്പോൾ ഒന്നുകൂടി അടച്ച് വെച്ചിട്ട് അപ്പോൾ ഒന്ന് തുറന്ന് നോക്കി. അപ്പോൾ ഇനി ഏകദേശം തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കി ചിക്കനും ഒക്കെ ചേർക്കുമ്പോഴത്തേക്ക് അതിൽ കിടന്ന് തന്നെ വെന്തോളും കേട്ടോ. ഒന്നുകൂടെയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് നോക്കിയിട്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കണം. പൊടികളെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടി, ഇത് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്യണേ. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ കുരുമുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ കുരുമുളക് പൊടി, ഇനി ഗരം മസാല ഇങ്ങനെയുള്ളതൊക്കെ ചേർക്കാനുണ്ട് കേട്ടോ. അപ്പം മെയിനായിട്ട് നമുക്കുള്ളത് കുരുമുളക് പൊടിയാണ്. പെപ്പർ ചിക്കനാണല്ലോ. അപ്പം അത് ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ എരിവിന് ആവശ്യത്തിനായിട്ടാണ് അത് ചേർത്ത് കൊടുക്കാനുള്ളത്. അത് ചേർത്ത് കൊടുത്തിട്ട് ചിക്കൻ അങ്ങ് ചേർത്ത് കൊടുത്ത് ഒരു 3/4 കിലോ ചിക്കനാണ് കേട്ടോ. ഇപ്പോൾ കുരുമുളകിൻ്റെ ആയാലും എരിവ് എനിക്ക് ചില സമയത്ത് ഞാൻ എടുക്കുന്ന കുരുമുളക് നല്ല എരിവുണ്ടാകില്ല. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കണം. മുളക് പൊടിയൊന്നും ചേർക്കാറില്ലല്ലോ നമ്മളിതിൽ. അപ്പോൾ നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഇനി ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കണമായിരുന്നു. പക്ഷേ ഇതിൽ ഞാൻ ചേർക്കുന്നില്ല, കാരണം നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ. നമുക്കൊരു ചെറിയൊരു ബ്ലാക്ക് കളർ വരണമല്ലോ. അതാണല്ലോ ഈ നമ്മുടെ പെപ്പർ ചിക്കൻ എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ പെപ്പർ ചിക്കൻ നമ്മൾ ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ നമുക്ക് കളർ കിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും അടച്ച് വയ്ക്കുകയാണ്. ഒട്ടും വെള്ളം ചേർക്കില്ല കേട്ടോ ഈ കറിക്ക്. അപ്പോൾ ഒരു 2-3 മിനിറ്റ് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നു തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്നും ഇവിടെ മിക്സ് ചെയ്തിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് അടച്ച് വെച്ച് കൊടുത്തു. ഒരു 5 മിനിറ്റോളം അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോഴിതാ വീണ്ടും നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പം നമുക്ക് ഗ്രേവി നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യണം. ഞാനിപ്പോൾ ഒരുപാട് ഗ്രേവി ചെയ്യുന്നില്ല, എന്നാൽ ഒരുപാട് അങ്ങ് ഡ്രൈ ആക്കുന്നുമില്ല. വീണ്ടും ഒന്ന് അടച്ചു വെച്ച് കൊടുത്തു. ഏകദേശം ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് അടച്ചു കൊടുത്തിട്ട് കുറച്ചുകൂടെ ഒന്ന് ആ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വന്നോട്ടെ. എന്നിട്ട് ഇപ്പം നമ്മുടെ ആവശ്യത്തിനുള്ള ഗ്രേവി ആയിട്ടുണ്ട്. ഇനിയും നമ്മൾ കുറച്ച് മല്ലിയില ഇതൊക്കെ ചേർക്കുന്നുണ്ടല്ലോ, ഗരം മസാല. അപ്പോൾ കുറച്ച് സമയം കൂടെ നമുക്ക് വെച്ചേക്കണം ഇതിങ്ങനെ. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനി മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തു. അപ്പോൾ നമ്മുടെ അടിപൊളിയാണ് കേട്ടോ. നല്ല സ്മെല്ലാണ് പെപ്പർ ചിക്കൻ്റെ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ മൂത്ത് വന്ന ആ മണവും ഒക്കെ കൂടെ. അപ്പം നല്ല അടിപൊളി മണമാണ് കേട്ടോ കിച്ചണിൽ തന്നെ. അപ്പോൾ കണ്ടോ, നല്ല സൂപ്പർ കറിയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി നോക്കുകയാണ് കേട്ടോ. അപ്പം നമുക്കിനി ഇത്രയും മതി. നമ്മുടെ ഈ ഗ്രേവി ആവശ്യമാണ് നമുക്ക്. ഗ്രേവിയായിട്ട് പറയാനില്ല, ഒരു വിധം കുഴഞ്ഞിരിക്കുന്ന രീതിയിലാണ് കേട്ടോ. ഇതിങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇപ്പോൾ ചേർത്തത് ഗരം മസാലയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ഈ ഫ്ലേവറൊക്കെ ഇതിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്നങ്ങ് അടച്ചു കൊടുക്കാം. നമ്മൾ മല്ലിയിലേക്ക് ഇപ്പോൾ മല്ലിയിലേയും ഗരം മസാലയൊക്കെ ഇപ്പോഴല്ലേ ചേർത്തത്. അപ്പോൾ അതിന് വേണ്ടി ഒന്നുകൂടെ അടച്ചു വെച്ച് കൊടുത്തു. എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി അങ്ങ് യോജിപ്പിക്കുകയാണ്. അപ്പോൾ അതാ സ്റ്റവ് ഓഫ് ചെയ്തു. ഇത്രയേ ഉള്ളൂ. നമ്മുടെ സൂപ്പർ ടേസ്റ്റ്, നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ. പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.